ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കേരളത്തിലെ നേതാക്കൾക്കെതിരെ അതൃപ്തിയുമായി രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധിയുടെ പേര് ചർച്ചയാകുന്നതിൽ അതൃപ്തി അറിയിച്ചെന്ന് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള വ്യാജചിത്രം പ്രചരിപ്പിച്ചതിലും അതൃപ്തി. വ്യാജചിത്രം പ്രചരിപ്പിച്ചതോടെ സോണിയാഗാന്ധിയുമായുള്ള ചിത്രം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചുവെന്നും വിമർശനം. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. വിഷ്ണു, നിലവിൽ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും അടക്കമുള്ള ചിത്രമാണ് കോൺഗ്രസിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമാണ് സോണിയാഗാന്ധി ഈ സ്വർണ്ണമോഷണ കേസിലേക്ക് വരികയും ചെയ്യുന്നത്. ആരാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇവരെ കൊണ്ടുപോയത്, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെ കൊണ്ടുപോയെന്നുള്ള ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി കേരളത്തിലെ KPCC നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. എന്താണ് വിവരങ്ങൾ? സിജു, തീർച്ചയായിട്ടും ഈ ശബരിമല സ്വർണ്ണമോഷണ കേസ് കൈകാര്യം ചെയ്യുന്ന, അതായത് കോൺഗ്രസ് നേതാക്കൾ കൈകാര്യം ചെയ്ത രീതിയിലാണ് രാഹുൽ ഗാന്ധി വലിയൊരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിൽ ഈ കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ മാതാവ് സോണിയാഗാന്ധിയുടെ പേര് ഈ വിഷയത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതും ഇത്രത്തോളം വലിയ ചർച്ചകളിലേക്കൊക്കെ തന്നെ നീങ്ങുന്നത് എന്നതടക്കം രാഹുൽ ഗാന്ധിയെ വലിയ തോതിൽ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. പ്രത്യേകിച്ച് 2 ദിവസം മുന്നേ തന്നെ നേതാക്കളോട് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒരു അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സോണിയാഗാന്ധിയുടെ പേര് ഇത്രത്തോളം ചർച്ചകളിലേക്ക് വരാൻ കാരണം അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ നടത്തിയ ചില വഴിവിട്ട പ്രചരണങ്ങളാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങൾ മോർഫ് ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കുന്നു. അത്തരത്തിൽ എത്തിക്സ് ഇല്ലാതെ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് കൊണ്ടാണ് സോണിയാഗാന്ധിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, അതോടൊപ്പം തന്നെ മറ്റ് MP-മാർ അടൂർ പ്രകാശ് MP, ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ളവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇടതുപക്ഷത്തിന് അതൊരു ആയുധമാക്കാനായിട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് വഴിവെച്ച് കൊടുത്തത് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വലിയൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഇതിൽ അസ്വസ്ഥത പ്രകടമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ സോണിയാഗാന്ധിയെ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ വലിച്ചിഴയ്ക്കാനൊരു അവസരം നൽകി കൊടുക്കുന്നത് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ച അതൃപ്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ആരാണ് സോണിയാഗാന്ധിയെ കാണുന്നതിനായി അനുമതി നേടിക്കൊടുത്തത്? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവർ, ഗോവർദ്ധൻ അടക്കമുള്ളവർ എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തി? അതിന് മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന ചോദ്യമല്ലേ രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളോട് ചോദിച്ചത്. ആരാണ് അനുമതി വാങ്ങിക്കൊടുത്തത്? സിജു, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം ഇവരുമൊക്കെയായിട്ട് ഈ അടൂർ പ്രകാശ് MP, അതോടൊപ്പം തന്നെ ആന്റോ ആന്റണി, ഈ നേതാക്കൾക്കുള്ള ബന്ധം, ഇവർ എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തുന്നു, പിന്നീട് ആ ചിത്രം വലിയ തോതിൽ ചർച്ചയാകുന്നു. ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ പേര് പോലും വ്യാപകമായി ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ നേതാക്കൾക്ക് ഒരു മറുപടി പോലും പറയാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ അടൂർ പ്രകാശ് MP-യോട് പോലും ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഇവർക്ക് തരപ്പെടുത്തിയത് അല്ലെങ്കിൽ ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇതിലൊരു വ്യക്തത വരുത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്ത സാഹചര്യമാണ് നിലവിൽ. ഇതിൽ ഹൈക്കമാൻഡിന് തന്നെ ഒരു വിശദീകരണം നൽകേണ്ട സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പോകുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വലിയ തോതിൽ ഒരു അസ്വസ്ഥനാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് പോലെ രാഹുൽ ഗാന്ധി കൃത്യമായി തന്നെ ആ ഒരു അതൃപ്തി നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കോൺഗ്രസ് നേതാക്കൾ വിഷയം കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒരു എത്തിക്സും ഇല്ലാതെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ പോലും ചിത്രം മോർഫ് ചെയ്ത് എന്തും ചെയ്യാമെന്ന തലത്തിൽ വ്യാജ പ്രചരണമടക്കം നടത്തിയതാണ് ഇടതുപക്ഷത്തെ ഇത്രത്തോളം അഗ്രസീവായിട്ട് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ സോണിയാഗാന്ധിയുടെ പേര് വലിച്ചിഴയ്ക്കാൻ പ്രേരിപ്പിച്ചത്. ഇടതുപക്ഷത്തെ ഫോഴ്സ്ഫുള്ളി ഇത്തരത്തിൽ ഈ ഒരു സോണിയാഗാന്ധിയുടെ പേര് വലിച്ചിഴയ്ക്കാൻ ഫോഴ്സ് ചെയ്തു എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ വിമർശനമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സിജു, വിഷ്ണു, ഏതായാലും ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്,
ഈ സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസിനുള്ള പങ്ക് അത് കൃത്യമായി വെളിപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടാകണം. രണ്ടാമതാണ്, എത്തിക്സ് ഇല്ലാത്ത, നൈതികതയില്ലാത്ത പരിപാടിയാണ് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുള്ള ചിത്രം പ്രചരിപ്പിച്ചത്. ഈ രണ്ട് വിഷയം അത് പ്രതിരോധത്തിലാക്കി എന്നുള്ളതല്ല പ്രധാനപ്പെട്ട വിഷയം. ഇതിൽ ആദ്യം തന്നെ കേരളത്തിൽ, അതായത് സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും പ്രതിസ്ഥാനത്ത് നിർത്താനും കൊണ്ടുവന്ന വിഷയമാണ് പോറ്റിയെ കയറ്റിയത് ആര് എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം അവസാനം എത്തിച്ചേർന്നത് രാജ്യത്തെ കോൺഗ്രസിന്റെ പരമോന്നത നേതാവിലെ വീട്ടിലേക്ക് തന്നെയാണ്. അത് സോണിയാഗാന്ധിയെയും നെഹ്റു കുടുംബത്തെ ആകെ അപകീർത്തിപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയും ഇപ്പോഴും ആ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ പ്രസക്തമായി നിൽക്കുകയാണ്. ആരാണ് പോറ്റിയെ കയറ്റിയത്? സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് ആരാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വം കൂടിയാണെന്ന തരത്തിലേക്ക് വരുന്നു. അതാണോ രാഹുൽ ഗാന്ധിയെ ചൊടിപ്പിച്ചത്? സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ സ്വർണ്ണ മോഷണം ഈ കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിലൊരു പ്രചരണം നടത്തി സോണിയാഗാന്ധിയുടെ പേര് ഈ വിഷയത്തിലേക്ക് എത്തുമ്പോൾ അതിൽ വലിയ തലത്തിലുള്ള പ്രതിസന്ധി ഹൈക്കമാൻഡിലേക്കും എത്തിച്ചേരുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ഇവരൊക്കെ തന്നെ എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തുന്നു, കൂടിക്കാഴ്ച നടത്തുന്ന വിഷയങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്റ് മുന്നിൽ കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ ഇത്തരത്തിൽ പാരഡി ഗാനം പാടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ തന്നെയാണ് വലിയ തോതിൽ കോൺഗ്രസിനെതിരെയായിട്ടുള്ള, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പേര് ഈ വിഷയത്തിലേക്കൊക്കെ തന്നെ വന്നു തുടങ്ങിയ സാഹചര്യമുള്ളത്. അപ്പോൾ അത്തരത്തിൽ വളരെ വികലമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ വിഷയം കൈകാര്യം ചെയ്തു. അതോടൊപ്പം തന്നെയാണ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ സാഹചര്യം എന്തായിരുന്നു എന്നത് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് നേതൃത്വത്തിന് വിശദീകരിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇവർ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കൂടുണ്ടായിരുന്ന അടൂർ പ്രകാശ് എംപിയായാലും ആന്റോ ആന്റണി ആയാലും ഇവർക്കൊന്നും തന്നെ ഒരു വ്യക്തത വരുത്താൻ കഴിയുന്നില്ല, ഒരു മറുപടി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇത് ഹൈക്കമാൻഡ് ഇതിനൊരു മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിനും അപ്പുറത്തേക്ക് നിലവിൽ സ്വർണ്ണമോഷണ കേസിൽ ED ഇടപെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ശരി വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സോണിയാഗാന്ധിയെ സ്വർണ്ണമോഷണ കേസിൽ വലിച്ചിഴച്ചുവെന്നാണ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെടുന്നത്. അതൃപ്തി കേരളത്തിലെ നേതാക്കളെ അറിയിച്ചു എന്നുള്ള വിവരങ്ങളാണ് വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്.